ട്രിപ്പിളും ശാന്തി. AI ടെക്നോളജി ഉപയോഗിച്ച് മനുഷ്യർ, റോബോട്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെ ഇന്ന് കലിയുഗത്തിന്റെ എല്ലാ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് എത്തിനിൽക്കുകയാണെന്ന് ഒരു തോന്നലുള്ളൊരവസ്ഥ. അതൊന്നല്ല, ഹൈപ്പർ ലൂപ്പ്, എന്തൊക്കെ പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. പക്ഷെ ഇതല്ല ആദിയിൽ. ഇന്ന് ഇതേ സിസ്റ്റങ്ങൾ, ഇപ്പൊ ഇതുവരെയുള്ള എല്ലാ സിസ്റ്റങ്ങളുടെയും കണ്ടുപിടുത്തത്തിന്റെ ഏറ്റവും സൂപ്പർസോണിക് അവസ്ഥ, ഒരു അപകടമില്ലാത്ത അവസ്ഥ, സയൻസിന്റെ ഒരു നമ്പർ 1 അവസ്ഥ. അപ്പൊ സയൻസ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാച്ച് ചെയ്യണം. ഇത്രയും കാലം നമ്മൾ ഉപയോഗിച്ച സയൻസ്, ഇതില് ചിന്തിക്കണം. ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, സയന്റിസ്റ്റുകൾ, ഇതൊക്കെയാണ് ഹയർ ലെവലിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. നോ, രാജാക്കന്മാര്, അവരാണ് ഹയർ ലെവൽ. ആ രാജാക്കന്മാരുടെ ബുദ്ധി ലോക്കിട്ട് വെച്ചിരിക്കുകയാണ്. ആര്? രാവണൻ. ആരാണ് രാവണൻ? പുറത്തുള്ളവർ തന്നെ. പുറത്തുള്ളവരും പിന്നെ സ്വന്തം രാജാവിന്റെ ബുദ്ധിക്ക് രാജാവ് തന്നെ ലോക്കിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചതുരംഗക്കളിയിൽ ഇങ്ങനെ ചെസ് കളിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുമ്പോ രാവണനാകുന്ന രാജാവിനെ കൂട്ടണം. ചെക്ക് വെക്കണം. ഇതിനാണ് മുന്നോട്ട് പോകണം. രാമനാകുന്ന രാജാവ്, രാമൻ എന്ന് പറഞ്ഞാൽ പരമാത്മാവ് മാത്രല്ല, ഇവിടത്തെ രാമന്മാര്, അവരിങ്ങനെ കളിച്ചോണ്ടേയിരുന്നു, ഇങ്ങനെ പൂട്ടണം. അതാത് സമയത്ത് ആണ് ചെയ്യുക. എങ്കിലും നമ്പർ 1 പൂട്ടാര് കൂട്ടിക്കഴിഞ്ഞു? ബ്രഹ്മബാബു കൂട്ടിക്കഴിഞ്ഞു. കഴിഞ്ഞോ? ഇല്ല. പക്ഷെ ബ്രഹ്മബാബ ആ കളിയില് വിജയിച്ചു. ഡ്രാമ അനുസരണം അങ്ങനെയാണ് ബ്രഹ്മബാബയുടെ വിജയം. പക്ഷെ ബ്രഹ്മാവിന്റെ പകല്, ബ്രഹ്മാവിന്റെ രാത്രി. ഇവിടെ വേണ്ടത് മഹാവിനാശം, സത്യയുഗാരംഭം. മഹാവിനാശം നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, അത് നടന്നോളും, അത് ഓട്ടോമാറ്റിക് നടന്നു. പക്ഷെ സത്യയുഗ ആരംഭം, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് മഹാവിനാശം ഒരു ഭാഗം നടന്നോളും. ആ ഭാഗം മൈൻഡ് വേണ്ട. പക്ഷെ നല്ല ദിവ്യബുദ്ധി വേണം. കണ്ണങ്ങനെ തുറന്ന് നോക്കണം, മഹാവിനാശാവുന്നു. ഞാനിതാ ഇവിടെ ഇരുന്നിങ്ങനെ ഘോരം പ്രസംഗിക്കുന്നൊന്നുമില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ബേക്കിൽ കാണുന്ന റോഡിൽ കാണുന്ന ഇങ്ങനെ ആൾക്കാർ നടന്നു പോകണം. ചില സമയത്ത് എന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്താണ് ലവൻ കാട്ടുന്നത്? എന്തൊക്കെയോ പറഞ്ഞു പോണുണ്ടാവും. ചിലപ്പോൾ നമ്മൾ അറിയുന്നവരായിരിക്കാം, അറിയാത്തവരായിരിക്കാം. എന്നാൽ ഈ വെള്ളിയും കെട്ടിട്ട് അവൻ അവിടെ ഇരിക്കുന്നു. പക്ഷെ എന്റെ പാർട്ട് ഞാൻ ചെയ്യുന്നു, അവരുടെ പാർട്ട് അവർ ചെയ്യും. കണ്ടു? ഈശ്വരൻ സർവ്വവ്യാപിയല്ല, പക്ഷെ ഈശ്വരന്റെ ഒരാത്മാവാണ് ഞാനും. ഈശ്വരന്റെ മറ്റൊരാത്മാക്കളാണ് അതിലൂടെ നടന്നു പോകുന്നവര്, ബൈക്കിൽ പോകുന്നവര്, കാറിൽ പോകുന്നവര്. ചിലര് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഓടാണ്. രാവിലെ തന്നെ ഓരോരോ ജോലി സ്ഥലങ്ങളിലേക്ക് ഓടുന്നവരുണ്ടാവും. ഇവിടുന്ന് കോഴിക്കോട് പോകുന്നവരുണ്ടാവും, കണ്ണൂർ പോകുന്നവരുണ്ടാവും. ഇനി അതെല്ലാം തിരൂർ ടൗണിൽ തന്നെ പോയിട്ട് ജോലി ചെയ്ത് എന്തെങ്കിലും പല വിധത്തിലുള്ള ജോലികൾ, ശമ്പളത്തിനായിരിക്കാം, അല്ലെങ്കിൽ കൂലിക്കായിരിക്കാം, പല രീതിയിൽ പല സമയത്തുള്ള ജോലികളാണ് പലർക്കും. ചിലർ മീനിന്റെ പരിപാടിക്ക് പോകുന്നതായിരിക്കാം, ചിലർ അരിയുടെ പരിപാടിക്ക് പോകുന്നതായിരിക്കാം, ചിലർ ഹോട്ടലിന്റെ പരിപാടിക്ക് പോകുന്നവരായിരിക്കാം. അങ്ങനെ പല 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 പരിപാടിക്ക് രാവിലെ ആയിട്ട് ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് ഇതേ
ലവൻ ഈ വെള്ളയും ഒക്കെ ഇട്ടിട്ട് ഈ ടെറസിന്റെ മേലെ രാവിലെ, അതിപ്പോ ഈ 10 മിനിറ്റ് പ്രസംഗിക്കുന്നതല്ല, അത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെയാണ് ഇരുത്താം. കുറെ സമയം ഇരിക്കും, നിൽക്കും, നടക്കും. ഇവിടെ തന്നെയാണ് ഭക്ഷണം കഴിക്കലും ബാക്കി കാര്യങ്ങളൊക്കെ ഈ ഒരു ഇതില്. അപ്പൊ ഇവൻ എന്താണ് ഇങ്ങനെ കണ്ടോ? ഇത് ഡ്രാമ അനുസരണം എനിക്ക് പബ്ലിക്കാക്കി കാണിക്കേണ്ടതായിട്ട് ഉള്ളൊരു സീനാണ്. ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ എന്താണ് പ്രത്യേകിച്ച് നമ്മൾ ഗുപ്തമായിരിക്കണം എന്നാ പ്രത്യക്ഷമായിരിക്കും. അപ്പൊ ഗുപ്തമായിട്ട് ചെയ്യുന്ന എന്താണ്? ഒന്നും മനസ്സിലാവില്ല, ഒരു കുട്ടിക്ക് മനസ്സിലാവില്ല. സനാതനധർമ്മം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ പ്രസംഗിച്ചാലും പിടികിട്ടൂല. സനാതനധർമ്മത്തിൽ ഇല്ലാത്തവർക്ക് ഇതിന്റെ ABCD പിടികിട്ടൂല. സനാതനധർമ്മത്തിൽ ഉള്ളവർക്ക് ഇപ്പൊ ഈ ഘോരം പ്രസംഗിച്ച് നോട്ടീസ് കൊടുക്കലും അതും ഇതൊക്കെ ചെയ്ത് കഠിനമായി കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന കുറെ പേരുണ്ട്. ഇപ്പോ ചില്ലറ പണിയൊന്നുമില്ലട്ടാ. രാവിലെ എഴുന്നേൽക്കൽ. ഇപ്പൊ നമ്മളെ പാലക്കാട് SJV സോണലില് നടക്കുന്ന പരിപാടികൾ ചെറിയ പണിയൊന്നുമല്ല, കടുത്ത പണിയാണ്. ഒന്ന്, അവിടെയുള്ള എല്ലാ മധ്യവയസ്കർക്കും വാർദ്ധക്യത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നു. ഒരാൾ നരക്കാത്തവരില്ല. അത് അങ്ങനെ തന്നെ പറയാലോ. അപ്പൊ മധ്യവയസ്കർക്കും വാർദ്ധക്യത്തിലേക്ക് പോകുന്നതിൻ്റെതായ ആവശ്യകതകൾ പലതും ഉണ്ട്. ഓരോരുത്തരെടുത്ത് പറയുകയാണെങ്കിൽ പാലക്കാട് SJVയിലുള്ള മീന സിസ്റ്റർക്കുണ്ട്, നമ്മുടെ പ്രിയങ്കരനായ ഗോപാലകൃഷ്ണൻ ബൈക്കുണ്ട്, കവിതാ സിസ്റ്റർക്കുണ്ട്. അങ്ങനെ എല്ലാവരും അപ്പൂപ്പന്മാരായിട്ടുണ്ട്. അവർക്ക് വേണ്ടത് എന്താണ്? സേവനം. ഒരു സേവനത്തിന്റെ പല വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും റിസ്ക് ഉള്ള പരിപാടിയാണ്. 4 മണിക്ക് എഴുന്നേൽക്കണം, യോഗം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് 7 മണിയാകുമ്പോഴേക്കും ക്ലാസ് ഓൺലൈനിൽ കൊടുത്ത്, ഇനി അതല്ലെങ്കിൽ തലേദിവസം റെക്കോർഡ് ചെയ്തിട്ടാണെങ്കിൽ ലൈവ് ഇട്ട് പോസ്റ്റ് ചെയ്യണം. അത് പല പരിപാടിയാണ്. തലേദിവസം റെക്കോർഡ് ചെയ്തിട്ട് പിറ്റേ ദിവസം കറക്റ്റ് 7 മണിക്ക് ലൈവ് പോസ്റ്റ് ചെയ്യാൻ തന്നെ അതും ചില്ലറ പണിയൊന്നുമല്ല. അങ്ങനെ ഓരോന്നോരോന്ന് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ചെറുപ്പക്കാർക്ക് ഇത് വലിയ വിഷയമല്ല, പക്ഷെ ഈ അപ്പൂപ്പന്മാർക്ക് കുറച്ച് വിഷയം. അവിടെയാണ് ഈ ബ്രഹ്മബാബയ്ക്ക് സമയത്ത്. ചെറുപ്പക്കാർക്ക്, നല്ല ചൊറുക്കുള്ള ആളുകൾക്ക് ബാബയെ ഓർമ്മിക്കലും ബാബയുടെ കാര്യങ്ങൾ. ബാബ പറഞ്ഞിട്ടില്ല ഇത് സെക്കൻഡിന്റെ പരിപാടിയുള്ളൂ. ഒരു സെക്കൻഡിന്റെ പരിപാടി, 1 സെക്കൻഡ് അല്ല, പക്ഷെ വളരെ കുറഞ്ഞ സെക്കൻഡ് കൊണ്ട് പറക്കാവുന്ന കേസേ ഉള്ളൂ. സത്യയുഗം ആരംഭിക്കുമ്പോ അപ്പൂപ്പന്മാരുടെ യുഗമാണ് ആരംഭിക്കുന്നത്? അല്ല, ചെറുപ്പക്കാരുടെ യുഗം. എത്ര വയസ്സല്ലേ? നല്ല ചെറുപ്പക്കാരുടെ യുഗം. അവിടെ കുഞ്ഞുങ്ങളുടെ ഏതെങ്കിലും സത്യയുഗത്തിന്റെ ചിത്രങ്ങളിൽ കുഞ്ഞുങ്ങൾ അസുഖങ്ങളായി കിടക്കുന്നതും വൃദ്ധന്മാര് വാർദ്ധക്യത്തിൽ അയ്യോ ആവോ കിടക്കുന്നവരുടെ ചിത്രങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങൾ ഉണ്ടെന്ന് ബാബു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവിടെ ചെറുപ്പമാണ്, മുഴുവൻ ചെറുപ്പമാണ്. ഇവിടെയും ചെറുപ്പമാണ്. ഇവിടെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒക്കെ ആത്മാവിന്റെ യഥാർത്ഥ അവസ്ഥ എന്ന് പറഞ്ഞത് തന്നെ യൗവനാവസ്ഥയാണ്. ആ അവസ്ഥ തന്നെയാണ് എല്ലാവർക്കും അത് തന്നെയാണ്. പക്ഷെ ശരീരങ്ങൾ പറ്റ വീക്കായി ഇരിക്കുകയാണ്. അതെന്താ കാരണം? ഒരു ജന്മെടുത്ത് ആ ജന്മത്തിൽ ആ ശരീരത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് പോകുന്നതിനിടയ്ക്ക് ചിലർക്ക് നല്ല വിധത്തിലുള്ള ദിവ്യബുദ്ധി തെളിയുമ്പോൾ അവർ അന്ത്യം വരെ നല്ല കൃത്യമായിട്ട് പാലിച്ച് വളരെ സിമ്പിളായിട്ട് പാസ്സാവുക തന്നെ ചെയ്യും. അന്ത്യം വരെ ഒരസുഖമില്ലാതെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അസുഖം ചെറുതൊന്നും വരുമ്പോൾ മരണപ്പെടുന്നത് വലിയ വിഷയമാകണ്ട, അങ്ങനെ മരിക്കും. പക്ഷെ അതല്ല, അസുഖത്തിന്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് വേവലാതികൾ കൊണ്ട് ഒരു ജന്മം തള്ളി നീക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ പണിയൊന്നുമില്ല. അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പൊ പല സ്ഥലങ്ങളിലും നടക്കുന്നത്. പക്ഷെ ഡ്രാമയിലുള്ളതാണ് കേട്ടോ, ഡ്രാമയിലുള്ളതാണ്. അതുകൊണ്ട് അതിനൊന്നും തെറ്റു പറയാനൊന്നുമില്ല. അങ്ങനെയാണ് അവർ സംഭവിക്കാറുള്ളത്. ഇപ്പോ എല്ല് പൊടിയുന്ന അസുഖം, പല്ല് പൊടിയുന്ന അസുഖം, അങ്ങനെ പല അസുഖങ്ങളും പലർക്കും പല വിധത്തിലുണ്ട്. ആളുകളൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ക്യാൻസർ, പിന്നെ അതല്ല ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്,
തൈറോയിഡ്, അങ്ങനെ തുടങ്ങി അനവധി ചെറുകിട അസുഖങ്ങൾ പല വിധത്തിലും പലർക്കും ഉണ്ട്. പക്ഷെ യോഗത്തിന്റെ ഒരു പവർ കൊണ്ടാണ് അങ്ങനെ പിടിച്ചു നിൽക്കുന്നത് പലരും. എന്നാ ഇതിന്റെയൊക്കെ ഒരു പ്രത്യേക ഘട്ടം എത്തിക്കഴിഞ്ഞാൽ സുഖമില്ല. ഒക്കെ എല്ലാവരും ഈ മരുന്നുകൾ ആശ്രയിച്ചിട്ട് നിൽക്കുകയാണ്. മരുന്നുകളെ ആശ്രയിച്ച് ബാബു പറയുന്നുണ്ട് മരുന്നുകളൊന്നും കിട്ടാത്തൊരു കാലഘട്ടം വരുവേ. ബാബു പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതിനു വേണ്ടി എന്തെങ്കിലും പ്രിക്കോഷൻ ഇവരൊക്കെ എടുത്തോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ എടുത്തിട്ടുണ്ട്. ട്രിപ്പിൾ ഓം ശാന്തി.